ശ്രീ ഡോക്ടർ ജയപ്രസാദ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് അന്ന് അങ്ങ് പറഞ്ഞത് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, രാജിവെക്കുന്നൊരു കീഴ്വഴക്കമില്ല എന്നുള്ളതാണ്. ഇന്ത്യക്ക് നോ റെസിഗ്നേഷൻ പോളിസി എന്നൊന്നു പോലും ഉണ്ടായിരുന്നു. എന്താരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും രാജിവെച്ചുകൊണ്ട് അതിനൊരു പരിഹാരം കാണേണ്ടതില്ല എന്നൊരു തീരുമാനം നടപ്പിലാക്കിയ കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞുപോയത്. എന്നിട്ടും രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെയും അങ്ങോട്ട് പറഞ്ഞു, ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെക്കാമല്ലോ എന്നുള്ളത്. ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ധാർമ്മികത ഏറ്റെടുത്ത് രാജിവെക്കാമല്ലോ എന്ന് ചോദിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾ രാജിവെച്ചില്ലേ, നിങ്ങൾക്ക് രാജിവെക്കേണ്ടി വന്നില്ലേ എന്ന് മറ്റുള്ളവർക്ക് ചോദിക്കാം. പക്ഷെ അപ്പോഴും രാജിവെക്കേണ്ടി വന്നു എന്നത് പ്രധാനമാണ്. ഈ സമരത്തിന് അതിന് വിജയത്തോടുകൂടി അല്ലാതെ പരിസമാപ്തിയിലേക്ക് എത്താൻ കഴിയാത്തത്ര ധാർമ്മിക മൂല്യമുണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ടോ? ഞാനിതിനെ 4 തരത്തിലാണ് കാണുന്നത്. ഒന്ന്, 22 ലക്ഷം വിദ്യാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ടും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ കൺസേൺ ഉണ്ടായ ഒരു വിഷയത്തിൽ ഇന്ത്യയിലെ ഭരണകക്ഷിയും അല്ലെങ്കിൽ മുഖ്യധാരാ പ്രതിപക്ഷവും പരാജയപ്പെട്ട സ്ഥലത്ത് അരാഷ്ട്രീയമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടി എന്നുള്ള തലത്തിൽ CJP എന്നുള്ളൊരു പാർട്ടിയുടെ ബാനറിൽ നടത്തിയ സമരം ആദ്യം എല്ലാവരും അവഗണിച്ചെങ്കിലും അത് പിന്നീട് ജനകീയമായി മാറുകയും സർക്കാരുമായിട്ടുള്ള ചർച്ചയിൽ അവർ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളും അംഗീകരിക്കുകയും ചെയ്ത ആ പാർട്ടിക്കും അതിൻ്റെ നേതൃത്വത്തിനും എൻ്റെ അഭിനന്ദനങ്ങൾ. രണ്ടാമതായി, അനാവശ്യമായ ഈഗോ വെച്ച് പുലർത്താതെ ഈ സമരത്തിൻ്റെ മുന്നിൽ വെച്ച വിഷയങ്ങളിൽ അത് ജെനുവിനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ എടുത്ത തീരുമാനവും മന്ത്രിയുടെ രാജിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം RSSൻ്റെ ചീഫും മുരളി മനോഹർ ജോഷിയെ പോലെയുള്ള സമ്പന്നരായ നേതാക്കളും ഒക്കെ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ വളരെ അനുഭാവപൂർവമായ സമീപനം എടുത്ത് ഓർമ്മിക്കുന്നു. മൂന്നാമതായി പറയേണ്ടത്, ഇതുപോലുള്ളൊരു ജനകീയ വിഷയം വന്നപ്പോഴേ ചടങ്ങിന് SFIയും KSUവും കോൺഗ്രസും ഒക്കെ സമരം നടത്തിയത് ഒഴിച്ചു കഴിഞ്ഞാൽ അവരാരും കാര്യമായ രീതിയിൽ ഈ സമരത്തിൽ മുൻനിരയിൽ വന്നിരുന്നില്ല. ചടങ്ങ് സമരങ്ങൾ നടത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂൺ 17-ാം തീയതി കോട്ടയിലെ പ്രതിഷേധ സമരത്തിന് ശേഷം നമ്മുടെ പ്രതിപക്ഷ നേതാവ് 20 ദിവസം ഈ രാജ്യത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം ലോകത്തെവിടെയാണെന്ന് പോലും ആർക്കും അറിയാമായിരുന്നില്ല. പിന്നീട് ഈ 20-ാം തീയതിക്ക് ശേഷമാണ് അദ്ദേഹം ഈ സമര പന്തലിലോ അല്ലെങ്കിൽ സമരവുമായി ബന്ധപ്പെടുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷവും അവർക്ക് അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. കാരണം ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചയിലോ മറ്റ് വ്യവസ്ഥകളിലോ സർക്കാർ ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് കിട്ടേണ്ട ഒരു ചാൻസ് അവർ നിഷേധാത്മകമായ സമീപനമുള്ള രാഹുൽ ഗാന്ധിയുടെ സമീപനം കൊണ്ട് പ്രതിപക്ഷത്തിന് കിട്ടേണ്ട ഒരു ചാൻസ് പാറ്റകൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. നാലാമതായി, നേപ്പാളിലും ബംഗ്ലാദേശിലും ഉണ്ടായതുപോലെയുള്ള ഒരു വിപ്ലവം സ്വപ്നം കണ്ട ഒരുപാട് വൈദേശിക മീഡിയ ഉണ്ട്. ഞാൻ ഇൻ്റർനാഷണൽ മീഡിയ, വിശേഷിച്ച് ന്യൂയോർക്ക് ടൈംസ്, BBC, അൽ ജസീറ തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതുപോലെയുള്ള മറ്റ് ഡീപ് സ്റ്റേറ്റ് അവരുടെ ഏജൻറ്റുമാർ, അതുപോലെ ഡൽഹിയിലേക്ക് വണ്ടി കയറിയ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ മോഡിക്കെതിരായ ഒരു യുദ്ധത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട അവരുടെ നിരാശയിൽ ഞാൻ അനുശോചിക്കുന്നു. ഇതാണ് എനിക്ക് അടിസ്ഥാനപരമായി പറയേണ്ടത്. പക്ഷേ നമ്മളിവിടെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്ത് ഇനി ഒരു പരീക്ഷയും, അത് PSC പരീക്ഷകൾ ഉൾപ്പെടെ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഇതുപോലെ കുട്ടികളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചാണ്, എൻ്റെ 2 മക്കളും നീറ്റ് UG PG പരീക്ഷ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. എനിക്കിതിൻ്റെ വേദനയേറെ ഒരു പാരൻ്റ് എന്നുള്ള നിലയിലും അധ്യാപനം എന്നില്ല. അതുകൊണ്ട് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കുറ്റമറ്റ രീതിയിൽ ഇത്തരം പരീക്ഷകൾ നടത്തുന്നതിനുള്ള വ്യവസ്ഥയുണ്ടാവണം. Debate with Madhu Saji.